950ഓളം പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ്, അത് ഇതര മതസ്ഥരായിട്ടുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരിത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടും NIA പറയുന്നുണ്ട്. ഇവർക്ക് 3 വിങ്ങാണ് ഉണ്ടായിരുന്നത്. അതായത് റിപ്പോർട്ടേഴ്സ് വിങ്, ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ്, അത് PE വിങ് എന്നാണ് അറിയപ്പെടുന്നത്, സർവീസ് വിങ്. ഈ റിപ്പോർട്ടേഴ്സ് വിങ്ങാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവർ ടാർഗറ്റ് ചെയ്ത വ്യക്തികളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ, അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മുതൽ ഇവരുടെ വീട് എവിടെ, ഇവരുടെ അഡ്രസ്സ് എവിടെ, ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരൊക്കെ, ഇവരുടെ ബന്ധുക്കൾ എവിടെയാണ്, ഇവരുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു, ഇവരുടെ ഫോട്ടോ, ആധാർ കാർഡ്, വോട്ടിംഗ് കാർഡ്, അങ്ങനെ A to Z ഡേറ്റ ഈ റിപ്പോർട്ടേഴ്സ് വിങ് സമാഹരിക്കും. അതിനുശേഷം ഇവർ അത് നേരെ ഈ പറയുന്ന സർവീസ് വിങ്ങിന് കൊടുക്കും, ഹിറ്റ് വിങ്ങിന് കൊടുക്കും. അവർ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളെ സമയമാകുമ്പോൾ ഇവർ കൊലപ്പെടുത്തും. അതായത് ഇവരുടെ ദാറുൽ ഖാസ എന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു കോടതിയൊക്കെ ഉണ്ട്. ആ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഇവർ കൊലപ്പെടുത്തും. അപ്പോൾ റിപ്പോർട്ടേഴ്സ് വിങ് ശരിക്കും പറഞ്ഞാൽ PFIയുടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനമാണ്. അത് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ നീക്കങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൊല്ലേണ്ട സമയത്ത് കൃത്യമായും ഈ സർവീസ് വിങ്ങിന് നിർദ്ദേശം കൊടുക്കും. ഈ പറയുന്ന ട്രെയിൻ വിങ്, അതായത് വളരെയധികം കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, ആയുധപരമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അതിക്രൂരമായി എങ്ങനെ കൊലപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു.